ഇന്ന് നമ്മളുടെ സബ്ജക്റ്റ് സ്പ്രേ പെയിൻറ്റിംഗ് ആണ്. നമുക്കറിയാം, നമ്മുടെ വാഹനത്തിന് ഒരു ചെറിയ ഡെൻറ്റ് വരിക, അല്ലെങ്കിൽ ഒരു നല്ല ഡീപ്പ് സ്ക്രാച്ച് വരിക, ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വാഹനം ആ ഒരു പോർഷൻ റീപെയിൻറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ റീപെയിൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോസസ്സാണുള്ളത്? ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം സ്വന്തമായി തന്നെ റീപെയിൻറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ ഓരോ പ്രോസസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു പ്രോസസ്സ് മിസ്സായി കഴിഞ്ഞാൽ ആ ഒരു പെയിൻറ്റിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വെറുതെ ആയി പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആദ്യം തൊട്ട് അവസാനം വരെ കാണുവാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. വീണ്ടും ഒരു പെയിൻറ്റ് റിലേറ്റഡ് വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള കാര്യം, ഞങ്ങളുടെ ലാസ്റ്റ് പെയിൻറ്റ് മിക്സിംഗ് വീഡിയോയ്ക്ക് നിങ്ങൾക്കൊന്ന് സപ്പോർട്ടാണ്. തീർച്ചയായും ഈ വീഡിയോയിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ സാജു, നമ്മുടെ ചാനൽ സാജു ആൻഡ് കാർഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സ്വയമായിട്ട് സ്പ്രേ പെയിൻ്റ് ഒക്കെ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് നമ്മൾ ആദ്യമായിട്ട് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഈ സ്പ്രേ പെയിൻറ്റിങ് വർക്ക് ചെയ്യുന്നത് മെയിനായിട്ടും എയറിലാണ്. അതുകൊണ്ട് തന്നെ ഒരു എയർ കംപ്രസർ നമുക്ക് അത്യാവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ സ്പ്രേ ചെയ്യാനുള്ള സ്പ്രേ ഗണ്ണ്, പിന്നെ ഒരു സാൻഡർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യം തന്നെ അറേഞ്ച് ചെയ്യേണ്ടതാണ്. ഇത്തരം സാധനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് വാടകയ്ക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് ചെറിയ ഒരു പോർഷനൊക്കെ പെയിൻറ്റ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ സാധനം വാടകയ്ക്ക് എടുത്ത് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഒരു വർക്ക്ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വലിയ ബൂത്തുകളൊക്കെ ഉണ്ടാകും. അവിടെ ഇട്ടായിരിക്കും അവർ പെയിൻറ്റ് ചെയ്യുക. അവിടെ ബൂത്തുകളും എയർ കംപ്രസറുകളും അതുപോലെ ഈ മെഷീൻസൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ബോധറാവേണ്ട കാര്യമില്ല. എന്നാൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടി വരും. ഇന്ന് പല ചെറിയ വർക്ക്ഷോപ്പുകളിൽ ഇത് വാടകയ്ക്കെടുത്താണ് ഈ സ്പ്രേ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മെഷീനോടൊപ്പം തന്നെ ഇതിൻ്റെ കൺസ്യൂമബിൾസ് അല്ല, ഇതിനാവശ്യമായ മെറ്റീരിയൽസും അറേഞ്ച് ചെയ്യാനുണ്ട്. അത് മെയിനായിട്ട് ഇതിൻ്റെ കളർ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ബേസിക് പെയിൻറ്റ് ഏതാണ്, പിന്നെ അതിൻ്റെ ക്ലിയർ കോട്ട്, പിന്നെ പ്രൈമർ, തിന്നർ. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ പെയിൻറ്റ് ചെയ്യുമ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന ഭാഗം ഒഴിച്ച് മറ്റുള്ള ഭാഗത്തേക്ക് പെയിൻറ്റ് പടരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഭാഗത്ത് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ മാസ്കിംഗ് പേപ്പർ വെച്ചിട്ട് മറക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇത് മാസ്ക് ചെയ്യാനുള്ള പേപ്പർ, ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാസ്കിംഗ് പേപ്പർ അവൈലബിൾ ആണെങ്കിൽ ആ പേപ്പർ അത് നമ്മൾ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇത് മാസ്കിംഗ് പേപ്പർ അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പേപ്പർ അതിൽ ഫിക്സ് ചെയ്യുന്നത്. മാസ്കിംഗ് ടേപ്പ് നമ്മൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റിയുടെ മാറ്ററിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫേസ് മാസ്ക്, അതുപോലെ തന്നെ ഗൂഗിൾസ്, പിന്നെ നമ്മുടെ ഹാൻഡ് ഗ്ലൗസ്, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി ഒരു കാർ സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യമായി വേണ്ടത് അത് ചെയ്യാനൊരു നല്ല പറ്റിയ സ്ഥലമാണ്. സാധാരണ ഒരു തുറസായ സ്ഥലത്തിട്ട് നമുക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ സാധ്യമല്ല. കാരണം ഒരു ചെറിയ ഡസ്റ്റ് പോലും ആ പെയിൻറ്റിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പെയിൻറ്റ് ചെയ്ത് മുഴുവൻ വെറുതെ ആകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല സ്ഥലം പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ പെയിൻറ്റിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഫ്യൂംസ് എന്ന് പറയുന്നത് ആരോഗ്യത്തിന് അത്ര നന്നായിട്ടുള്ള ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ വീടുകളുടെയൊക്കെ അടുത്തിട്ട് മാക്സിമം പെയിൻറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. വർക്ക്ഷോപ്പുകളിലൊക്കെ പെയിൻറ്റിങ് ബൂത്തുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ബൂത്തുകൾ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും, സീൽഡ് ആയിരിക്കും, അതുപോലെ തന്നെ വെന്റിലേറ്റഡും ആയിരിക്കും. ഇതിലിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് യാതൊരുവിധ ഡസ്റ്റുകളും നമ്മുടെ വാഹനത്തിനുള്ളിലേക്ക് കടക്കില്ല, അല്ലെങ്കിൽ പെയിൻറ്റിനുള്ളിലേക്ക് കടക്കില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ പെയിൻറ്റിങ് ബൂത്തിനുള്ളിലിട്ട് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും അതിൻ്റേതായ ക്വാളിറ്റി അതിന് ഉണ്ടാകും. നമ്മളുടെ പുറത്തിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ഡസ്റ്റ് ഒന്നും കടക്കാത്ത ഒരു സ്ഥലത്ത് ഇട്ട് പെയിൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പെയിൻറ്റിങ് പ്രോസസ്സിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ഏരിയയുടെ ചുറ്റുമുള്ള റബ്ബർ ബീഡിങ്, വെജ് സ്ട്രിപ്പ്, ഇതൊക്കെ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റണം. മാക്സിമം നമ്മുടെ പെയിൻറ്റ് ചെയ്യേണ്ട ആ മെറ്റൽ പോർഷൻ മാത്രമായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇത് നമ്മളൊരു ഫുൾ ബോഡി പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഏതൊക്കെ പാർട്സ് അഴിച്ചു മാറ്റാൻ പറ്റുമോ അതൊക്കെ അഴിച്ചു മാറ്റിയ ശേഷം മാത്രം പെയിൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചില പാർട്സുകൾ നമുക്ക് അഴിച്ച് പുറത്ത് വെച്ച്, ലൈക്ക് ബോണറ്റൊക്കെ ആണെങ്കിൽ പുറത്ത് വെച്ച് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ വാഹനത്തിൽ നിന്ന് അഴിച്ചെടുത്ത് പുറത്ത് വെച്ച് തന്നെ പെയിൻറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ വാഹനത്തിലുള്ള ബീഡിങ്സ് ഒക്കെ അഴിച്ചു മാറ്റുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നമ്മൾ ഇപ്പം വേറൊരാളാണ് നമ്മൾക്ക് ഡെൻറ്റ് ചെയ്ത് റിപ്പയർ ചെയ്ത് തരുന്നതെന്നുണ്ടെങ്കിൽ
അത് പക്ക ആയിരുന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ പെയിൻറ് ചെയ്യേണ്ട സർഫസ് പക്ക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നല്ല പെയിൻറ് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടുന്ന ആ ഡെൻറ്റഡ് സർഫസ് വളരെ ക്ലീൻ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡിഫോർമേഷൻ അതിൽ കാണുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൈവച്ച് ഇങ്ങനെ തടവി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത്. എന്തെങ്കിലും ഒരു ഡെൻറ്റ് അല്ലെങ്കിൽ ഡിഫോർമേഷൻ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ച് ആ ഡെൻഡറെ ഏൽപ്പിച്ച് അത് പക്കയാക്കി തിരിച്ച് വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് സാൻഡിങ്. ഇതാണ് ശരിക്കും പെയിൻറ്റിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് മറ്റൊക്കെ പ്രിപ്പറേഷനായിട്ട് കൂട്ടാം. പെയിൻറ്റിങ് പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് സാൻഡിങ്ങിനെ കണക്കൂട്ടാം. സാൻഡിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പെയിൻറ്റിൻ്റെ അംശം എന്തൊക്കെയാണോ അത് നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മാക്സിമം നമുക്ക് നേരത്തെയുള്ള പഴയ പെയിൻറ്റ് എത്രയും റിമൂവ് ചെയ്യാൻ പറ്റും അത്രയും റിമൂവ് ചെയ്യുന്നത് നമ്മുടെ പുതിയ പെയിൻറ്റിന് ചെയ്യുന്നതിന് വളരെ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതിന് മാക്സിമം നമ്മൾ പെയിൻറ്റ് റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ പ്രോസസ്സാണ് ക്ലീനിങ്. നമ്മൾ സാൻഡ് ചെയ്ത ആ പോർഷനിൽ നിറച്ച് പൗഡേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് നമ്മൾ വളരെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ സർഫസ് ചെക്ക് ചെയ്യുക. പെയിൻറ്റിങ് പറ്റിയൊരു പരുവത്തിലാണ് എന്ന് നമ്മൾ ഉറപ്പാക്കുന്നതിന് ശേഷം മാത്രം അടുത്ത പ്രോസസ്സിലേക്ക് കടക്കുക. ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് മറ്റൊരു ഗുണമുള്ളത് അതിലെന്തെങ്കിലും ഓയിലിൻ്റെ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതും അതിൽ കൂടെ റിമൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. സാൻഡിങ്ങും ക്ലീനിങ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് മാസ്കിങ്. നമ്മുടെ കയ്യിലുള്ള മാസ്കിങ് ടേപ്പും അതുപോലെ തന്നെ ഈ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ടാത്ത ഭാഗങ്ങൾ നമ്മൾ മാസ്ക് ചെയ്യുക. ഉദാഹരണത്തിന് നമ്മൾ ഫ്രണ്ട് ഡോറാണ് പെയിൻറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. ആ ഡോറിനോട് ചേർന്നുള്ള റിയർ വ്യൂ മിറർ, അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറാണെങ്കിൽ നമുക്ക് വിൻഷീൽഡ് ഗ്ലാസും കവർ ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ ഫ്രണ്ട് ഡോറിൻ്റെ ഗ്ലാസ് ഉണ്ടെങ്കിൽ ആ ഡോർ ഗ്ലാസ്സിൽ നമുക്ക് മാസ്കിങ് ടേപ്പും അതുപോലെ തന്നെ ഈ ന്യൂസ് പേപ്പർ ഒട്ടിക്കാവുന്നതാണ്. ഇനി ഫ്രണ്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ഫെൻഡർ അതുപോലെ തന്നെ ബാക്കിലെ ഡോർ, ഇങ്ങനെ ഇത്രയും പോർഷൻ നമ്മൾ മാസ്കിങ് ടേപ്പും അതുപോലെ തന്നെ ഈ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് മാസ്ക് ചെയ്ത ശേഷം വേണം നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുക. മാസ്കിങ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പാണ് പ്രൈമർ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും. നമ്മൾ വാഹനത്തിൻ്റെ ഡെൻറ്റ് അല്ലെങ്കിൽ റസ്റ്റൊക്കെ ഉള്ള വാഹനങ്ങളുണ്ടാവും. ഈ സമയത്തൊക്കെയാണ് നമ്മൾ സാധാരണ റീപെയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ റസ്റ്റൊക്കെ റിമൂവ് ചെയ്ത വാഹനമാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ പ്രൈമർ അടിക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം ഈ പ്രൈമർ ഈ റസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ റിപ്പയർ ചെയ്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത ശേഷം വേണം നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുക. ഇങ്ങനെ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീണ്ടും സാൻഡിങ് ആണ്. ഈ സാൻഡിങ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ വളരെ അധികം ഡീപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നൈസായിട്ടൊന്ന് സാൻഡ് ചെയ്യുക മാത്രമാണ് ആവശ്യം. ഇത് സാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്യണം. ഏതെങ്കിലും നല്ല ലിക്വിഡ് ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്ത് അതിനുശേഷം നമുക്ക് തിന്നറി മുക്കിയ തുണി ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് തുടച്ച് അത് പെട്ടെന്ന് ഡ്രൈ ആക്കി എടുക്കാൻ നമുക്ക് പറ്റുന്നതാണ്. ഈ ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കടക്കാവുന്നതാണ്. നമ്മൾ ആദ്യം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച് എക്യുപ്മെൻറ്റ്സ് അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് ഒക്കെ സംഘടിപ്പിച്ചു നമുക്ക് ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയാം. ഇതുവരെ ചെയ്ത് സെക്കൻഡ് പ്രിപ്പറേഷൻ എന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ ഫസ്റ്റ് സാൻഡിങ്, ക്ലീനിങ്, പിന്നെ പ്രൈമർ, മാസ്കിങ്, അതുപോലെ വീണ്ടും ക്ലീനിങ്, വീണ്ടും സാൻഡിങ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ സെക്കൻഡറി പ്രിപ്പറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അടുത്താണ് നമ്മൾ പെയിൻറ്റിങ്ങിനായിട്ട് തയ്യാറെടുക്കുന്നത്. പെയിൻറ്റിങ്ങിനായിട്ട് തയ്യാറെടുക്കുമ്പോൾ നമുക്ക് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് പെയിൻറ്റ് മിക്സ് ചെയ്യുക എന്നുള്ള കാര്യം അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാനുഫാക്ചർ എങ്ങനെയാണോ പെയിൻറ്റ് മിക്സ് ചെയ്യേണ്ട രീതി പറഞ്ഞു വെച്ചാൽ ആ രീതിയിൽ കറക്റ്റായിട്ട് പെയിൻറ്റ് മിക്സ് ചെയ്ത് ഒന്ന് പറ്റുമെങ്കിൽ നമ്മൾ അവിടെ കടയിൽ തന്നെ പെയിൻറ്റ് മിക്സ് ചെയ്ത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ മിക്ക എല്ലാ പെയിൻറ്റ് ഷോപ്പിലും തന്നെ പെയിൻറ്റ് മിക്സിംഗ് മെഷീൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനത്തിലുള്ള കളർ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ ആ പെയിൻറ്റ് മിക്സ് ചെയ്ത് തരുന്നതാണ്. നമുക്ക് കൂടുതൽ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ലിഡ് അഴിച്ചുകൊണ്ട് പോകാവുന്നതാണ്. അവിടെ വെച്ച് തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് പെയിൻറ്റ് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ പെയിൻറ്റിൻ്റെ കളർ ഡിഫറൻസ് ഉണ്ടാകുന്നത് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റുകയും ചെയ്യും. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ പെയിൻറ്റ് ഗണ്ണ് നമ്മുടെ പെയിൻറ്റ് ചെയ്യുന്ന സർഫസിൽ നിന്ന് ഏകദേശം ഒരു 6 ഇഞ്ച് മാറ്റി പിടിക്കുവാൻ ശ്രദ്ധിക്കുക. അത്ര ദൂരത്തിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്വീപ്പിംഗ് മോഷനിൽ വേണം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ. ഒരിക്കലും ഈ രീതിയിലൊന്നും പെയിൻറ്റ് ചെയ്യുവാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ പെയിൻറ്റ് ഡ്രൈ ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടാകും. ആ ടൈമിൽ നമ്മൾ പെയിൻറ്റ് ഡ്രൈ ചെയ്യാൻ വേണ്ടി
അനുവദിക്കുക. ഒരിക്കലും പെയിൻറ്റ് ഡ്രൈ ആവാതെ അടുത്ത പ്രോസസ്സിലേക്ക് കടക്കുക പാടുള്ളതല്ല. നമ്മൾ ഈ ബേസ് പെയിൻറ്റിൻ്റെ കോട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എത്ര കോട്ടാണ് ആവശ്യമുള്ളത് അത്രയും കോട്ട് അടിക്കുക. ഈ കോട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പെയിൻറ്റ് ഡ്രൈ ആവുന്നു. പെയിൻറ്റ് ഡ്രൈ ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തിൻ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് സാൻഡ് ചെയ്യുകയാണ്. ഈ പെയിൻറ്റ് ചെയ്ത സർഫസ് മുഴുവൻ നമ്മളൊന്ന് സാൻഡ് ചെയ്യേണ്ട ആവശ്യമാണ്. കാരണം ആ പെയിൻറ്റ് ചെയ്ത സ്ഥലത്ത് എന്തെങ്കിലും ചെറിയ ഡസ്റ്റ് അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒലിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് നമുക്ക് സാൻഡ് ചെയ്യുമ്പോൾ നമുക്കത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ സർഫസ് ഫുള്ളായിട്ട് ക്ലീനായിട്ട് ലഭിക്കുന്നതാണ്. അങ്ങനെ സാൻഡ് ചെയ്ത ശേഷം അത് ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ആക്കുക. ഡ്രൈ ആക്കിയ ശേഷം മാത്രമേ നമ്മൾ ക്ലിയർ കോട്ട് അപ്ലൈ ചെയ്യാവൂ. ഈ സർഫസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പ്രോസസ്സാണ് ക്ലിയർ കോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് കോട്ടിങ് എന്ന് നമുക്ക് പറയാം. ഇത് ക്ലിയർ കോട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് വീണ്ടും ഡ്രൈ ചെയ്യാൻ വേണ്ടി അനുവദിക്കുക. ഇത് ഫുള്ളായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ചില പെയിൻറ്റ് ബൂത്തുകളിലൊക്കെ ഹീറ്റർ ഉണ്ടാവും. ഹീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സൺലൈറ്റിലാണെങ്കിൽ ഡ്രൈ ചെയ്യാൻ അനുവദിക്കുക. നല്ലപോലെ ഡ്രൈ ആയ ശേഷം മാത്രമേ നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. അടുത്ത പ്രോസസ്സ് മറ്റൊന്നുമല്ല, നമ്മൾ നേരത്തെ ഒട്ടിച്ച സാൻഡ് പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇതൊക്കെ ഈ വാഹനത്തിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. ഇങ്ങനെ നമ്മുടെ ഈ മാസ്കിംഗ് ടേപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫൈനൽ സ്റ്റെപ്പാണ് അല്ലെങ്കിൽ ഫിനിഷിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ബഫിങ്. ഒരു നല്ല ബഫർ ഉപയോഗിച്ച് നമ്മുടെ പെയിൻറ്റ് ചെയ്ത സർഫസ് എവിടെയാണ് അത് നമ്മൾ നല്ലപോലെ ബഫ് ചെയ്യുക. നമ്മൾ നല്ല റബ്ബിങ് കോമ്പൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾക്കത് പോളിഷ് ചെയ്ത് തിളക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഫൈനൽ സ്റ്റെപ്പ് ഒരിക്കലും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടുള്ളതല്ല. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുമാണ് നമ്മുടെ സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ഏകദേശം സ്പ്രേ പെയിൻറ്റിങ്ങിനെ പറ്റി എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുകയാണ്. സ്പ്രേ ഗൺ സെറ്റിങ്ങിനെ പറ്റിയും അതുപോലെ തന്നെ സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ പ്രോസസ്സിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോകൾക്കായി കാത്തിരിക്കുക. നിങ്ങൾ തന്ന സപ്പോർട്ടിന് വീണ്ടും നന്ദി അറിയിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.